കോമഡി വേഷങ്ങളിലൂടെ നമ്മളെ എല്ലാവരെയും കുടുകുടെ ചിരിപ്പിക്കുന്ന താരമാണ് പൊന്നമ്മ ബാബു. പൊന്നമ്മ ബാബുവിന്റെ രണ്ട് മക്കളും സിനിമാ സീരിയൽ ഫീൽഡുകളിൽ വളരെ സജീവമാണ്. പൊന്നമ്മയുടെ ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും എല്ലാം നമ്മളെ ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇപ്പോഴും പൊന്നമ്മ ബാബു ഒരു വേദിയിൽ എത്തിയാൽ തന്നെ ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാക്കും. ധ്യാനുമായിട്ടുള്ള തന്റെ അടുപ്പത്തെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ പൊന്നമ്മ ബാബു. ധ്യാൻ തന്റെ സിനിമയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സെറ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപഴകുന്നത് എന്നുമൊക്കെയാണ് താരം പറയുന്നത്. സ്നേഹം ആയാലും ദേഷ്യമായാലും നമ്മളത് പ്രകടിപ്പിക്കും. മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഇരിക്കില്ല ഒരിക്കലും. കോമഡിയുടെ കാര്യം മുമ്പേ പറഞ്ഞല്ലോ, അതേപോലെ ദേഷ്യമുണ്ട് എനിക്ക്. അത് ഞാൻ എവിടെയോ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചീന ട്രോഫി ചെയ്യുന്നതിന് മുന്നേ ധ്യാൻ്റെ കുറേ ഇൻട്രോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒന്ന് രണ്ടെണ്ണം കണ്ട ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കണ്ടുകൊണ്ട് നല്ല രസം, നല്ല പറ്റി തുറന്ന എല്ലാ കാര്യവും വളരെ ഒരു ലേശം പോലും കള്ളത്തിലില്ലേ അതുപോലെ പറയുക. അങ്ങനെ ഒരാളെ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മളോട് ബിഹേവ് ചെയ്യുന്നു, നമ്മളോട് പെരുമാറുന്നതൊക്കെ എന്തോ ഒരുപാട് പരിചയമുള്ള പോലെയാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ മോളെ ചോദിക്കുകയാണ്, പൊന്നമ്മ ചേച്ചിക്ക് സുഖമാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് നല്ല സുഖമാണ്, സന്തോഷമായിട്ട് പോകുന്നു. എന്നാൽ ഹെഡിങ് എഴുതുക, പൊന്നമ്മ ബാബു നല്ല സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊരാൾ കണ്ടു. ഇവരെല്ലാം നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, അവർക്ക് സുഖമാണെന്ന് നമുക്കറിയാം. അടുത്ത ന്യൂസിലോട്ട് പോകും. അതേ സമയത്ത് പൊന്നമ്മ ബാബു കിടന്ന കഷ്ടപ്പാടിലാണെന്ന് പറയണേ, അവർക്ക് എന്നാ പറ്റിയെന്നറിയാം. അപ്പം അവർ കയറും. നെഗറ്റീവ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതോ നന്നായിട്ട് ആൾക്കാരിങ്ങനെ ആസ്വദിക്കും. എന്താ മലയാളി പ്രേക്ഷകരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നല്ല ന്യൂസുകൾ കണ്ടാൽ നല്ല ന്യൂസിനെ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണണം. ഞാൻ പിന്നെ ഈ മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണുന്നത്, ഞാൻ പോസിറ്റീവായിട്ട് അതിനെയും കാണും. ഞാൻ ചിലപ്പോൾ ചിരിച്ച് കാണാറുണ്ട്. ചില ആൾക്കാർ, നമുക്ക് സത്യം അറിയാവുന്ന ആൾക്കാർ ചിലപ്പോൾ വേറെ തരത്തിൽ വരുമ്പോഴേ, ചില ആൾക്കാരെ പെട്ടെന്ന് അവരുടെ കല്യാണം കഴിഞ്ഞു, ചില ആൾക്കാർ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞേ ഇപ്പുറത്ത് ഞാൻ വിളിച്ചു നോക്കി, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ കുറച്ച് ഇത്ര സമയം വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, എന്നെ ആരൊക്കെ കൊന്നെടുക്കുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോൾ പറയുക, എല്ലാം ഇങ്ങനെ കൊന്നടുക്കിക്കൊണ്ടിരിക്കുക, ഇവിടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, മതി നിങ്ങൾ അതറിഞ്ഞാൽ മതി, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആരെ കുഴപ്പമില്ല. ചേച്ചി മരിച്ചു പോയി, ചങ്ക് കത്തിപ്പോയി. അതെ ഞാൻ ചേച്ചി കൊലുസ് എവിടെയുണ്ട്? ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടേ, ഇന്നലെ എന്നെ എല്ലാം ഇവിടെ കൊന്നു, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, എല്ലാവരും മരിച്ചടക്കി വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ചിരിച്ചിരിച്ചു വേണ്ട എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇതാണ്. ആ വാർത്ത വായിക്കാനും അത് റീച്ച് കിട്ടാനും ഒക്കെ ആണ് ഇവർ ഇങ്ങനെ റോങ് ടൈറ്റിലൊക്കെ ഇടുന്നത്. ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ എന്തോ നമ്മൾ ചെയ്താലും എടുത്താലും അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടിയ പൈസയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ റീച്ച് കിട്ടിയാൽ നിങ്ങൾക്കൊരു വരുമാനം കൂടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ ഇട്ട് നിങ്ങൾ പക്ഷേ ആ ആൾക്കാരുടെ മനസ്സ് വിചാരിക്കണം, അവരുടെ മനസ്സിലെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു മനഃശാപം എന്നൊക്കെ പറയുന്നത്, അത് ആ കാശ് നിങ്ങൾ എത്ര മേടിച്ചാലും അതൊന്നും ഉതുകത്തില്ല. അത് അവരുടെ ആ ഫാമിലിത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അത് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ മാറിപ്പോവും. നമ്മളെന്തിനാ മനുഷ്യനെ വിഷമിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ സമ്പാദിക്കുന്നത്. നമുക്ക് നല്ല വാർത്തകൾ, നല്ല ന്യൂസുകൾ, സത്യമുള്ളത് എഴുതിക്കോ, അപ്പോൾ എഴുതണമെന്ന് നമ്മൾ പറയുന്നില്ല. ഫേക്ക് ഇങ്ങനെയൊക്കെ ഇട്ടും ഇങ്ങനെ മോശം പറയുന്നതിനോട് അതൊക്കെ എനിക്കൊരു വിഷമമാണ്. അതെന്താണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഒന്നും ഒരു നല്ല കാലത്തും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇൻട്രവ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മളിതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുക. അത് നമുക്ക് സങ്കടം വരുന്നത്. എന്താ ഇങ്ങനെ ആൾക്കാർ എഴുതുന്നത്? ഈ നെഗറ്റീവ് കമൻറ്റിനാണ് നമുക്ക് ഹഡിങ് കൊടുത്താലാണ് അവർക്ക് വായിക്കാൻ ഉത്സാഹം. അവർ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ അത് വേണ്ട, അത് മാറി ആർക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. അപ്പോൾ അതാണ് ആൾക്കാരുടെ ആകാംക്ഷ. നമ്മുടെ എന്താണെന്നറിയില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെയൊക്കെ